മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ഇന്നത്തെ കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നു. എം എസ് സൊല്യൂഷൻസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നവർക്കാണ് ചോദ്യങ്ങൾ നൽകിയത്. വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ കുട്ടികളിൽ നിന്ന് ചാരിറ്റി എന്ന പേരിൽ പണപ്പിരിവ് നടത്തി. 40-ൽ 32 മാർക്ക് എം എസ് സൊല്യൂഷൻ പ്രെഡിക്റ്റ് ചെയ്തതാണെന്ന് KSU ആരോപിക്കുന്നു. എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ വിവാദത്തിൽ സർക്കാരിന്റെ ഒരു നടപടി ഉണ്ടായതാണ്, വീണ്ടും ചോരുന്നു എന്ന് പറയുമ്പോൾ ഗുരുതരമായ പിഴവ്. എത്ര കണ്ട് വസ്തുതാപരമാണ് ഈ ആക്ഷേപം? സജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്ലസ് വണ്ണിന്റെയും 10ാം ക്ലാസിന്റെയും പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ഏതാണ്ട് അതേപടി തന്നെ 80%-ലധികം ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഈ അന്വേഷണം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ വിവാദം പോകുന്നതിന് തൊട്ടു പിന്നാലെ എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് സംപ്രേഷണം നിർത്തിവെച്ചിരുന്നു. തൽക്കാലം ആ വീഡിയോകൾ പോസ്റ്റ് ചെയ്യില്ല എന്ന് അറിയിപ്പ് നൽകിയിരുന്നു. അതിനുശേഷം ഇന്നലെ വീണ്ടും രാത്രി എം എസ് സൊല്യൂഷൻസിൽ കെമിസ്ട്രി ചോദ്യപേപ്പറിന്റെ പ്രഡിക്ഷൻ, അതായത് ഈ വീണ്ടും ആവർത്തിച്ച് വരുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള ചോദ്യങ്ങളെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ ഇന്നലെ എത്തുകയും ചെയ്തു. ആ വിലയിരുത്തലിലാണ് ഇപ്പോൾ വീണ്ടും ചോദ്യപേപ്പർ വന്നിരിക്കുന്നു എന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. 10ാം ക്ലാസ് ചോദ്യപേപ്പറിലാണ് ഇത്തരം 10ാം ക്ലാസിന്റെ കെമിസ്ട്രി ചോദ്യപേപ്പറിൽ 40 മാർക്കാണ് ആകെയുള്ളത്. അതിൽ 32 മാർക്കും ഈ എം എസ് സൊല്യൂഷൻസിൽ നൽകിയ ചോദ്യങ്ങളിൽ നിന്നാണ് എന്ന് വ്യക്തമാക്കുന്നു. യൂട്യൂബ് ചാനലിൽ നേരിട്ട് സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് കുറച്ച് ചോദ്യങ്ങൾ പറയുകയും വിശദമായ കൃത്യതയുള്ള ചോദ്യങ്ങൾക്കായി വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുന്നതിനായി കുട്ടികളെ പ്രേരിപ്പിക്കുകയുമാണ്. ഇത്തരത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുന്നതിന് 1500 രൂപ വെച്ചാണ് കുട്ടികളിൽ നിന്നും ഈടാക്കുന്നത്. അത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്നാണ് ആ വെബ്സൈറ്റിൽ പറയുകയും ഈ ചാനലിന്റെ ഉടമയായ ഷുഹൈബ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുന്ന കുട്ടികൾക്ക് പ്രത്യേകമായി ചോദ്യങ്ങൾ നൽകുന്ന ഒരു രീതിയാണുള്ളത്. അത്തരത്തിൽ നൽകിയ ചോദ്യപേപ്പറിലാണ് 40-ൽ 32 മാർക്കും ഉള്ളത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ ചോദ്യപേപ്പർ ചോർച്ച ഭാഗികമായി സമ്മതിച്ച എം എസ് സൊല്യൂഷൻസ് തങ്ങൾ ഇത്തരത്തിൽ ചോർത്തുന്നില്ല എന്ന് സാധൂകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്തരം നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് വീണ്ടും ഇന്നലെ മുതൽ സംപ്രേഷണം ആരംഭിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 10ാം ക്ലാസ്സും 11ാം ക്ലാസ്സിലും അപ്പുറം 8-9 ക്ലാസ്സുകളിലെ പുതിയ 2 വാട്സാപ്പ് ചാനലുകൾ ആരംഭിക്കുന്നു എന്ന് ഇവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തായാലും ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഈ വീണ്ടും ചോദ്യപേപ്പർ നൽകിയിരിക്കുകയും അതിൽ പരീക്ഷയിൽ വന്നതിൽ 40-ൽ 32 മാർക്കിന്റെ ചോദ്യങ്ങളും ഈ ചോർത്തി ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. സരിത, ചോദ്യം പേപ്പർ വീണ്ടും ചോർന്നു, വിവാദം അവസാനിക്കുന്നില്ല, അതാണ് സാഹചര്യം. എന്തായാലും വീണ്ടും ആക്ഷേപം ഉയരുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിനെതിരായി ചോദ്യപേപ്പർ ചോർന്നു എന്ന ആക്ഷേപമാണ്.